ഇയാളെ ഇപ്പോൾ ക്ഷണിച്ചിട്ടായിരുന്നോ? ഇയാൾ AICC പിന്നെ പ്രസിഡന്റായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് ഇയാൾ കേരളത്തിൽ പര്യടനം നടത്തിയല്ലോ. സാമുദായിക നേതാക്കന്മാരുടെ മുഴുവൻ തിണ്ണനിറങ്ങാൻ പോയല്ലോ. കാന്തപുരത്തിൻ്റെ അടുത്ത് പോകുന്നു, EK വിഭാഗത്തിൻ്റെ അടുത്ത് പോകുന്നു, പാണക്കാട്ട് തങ്ങളുടെ അടുത്ത് പോകുന്നു, വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ അടുത്ത് പോകുന്നു, വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോകുന്നു, സുകുമാരൻ നായരുടെ അടുത്ത് പോകുന്നു. ഇതൊക്കെ പോയി. ഈ കോപ്പറെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാവോ? ഇതുവരാരെങ്കിലും കത്തയച്ചോ? പ്രിയപ്പെട്ട ശശി തരൂർ, താങ്കളെ ഞങ്ങൾക്ക് അടിയന്തരമായി കാണേണ്ടതുണ്ട്, താങ്കൾ എൻ്റെ ഭവനം സന്ദർശിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു പിന്നെ കത്തയച്ചു കൊടുത്തിട്ടാ? അല്ലല്ലോ. അപ്പോൾ അയാൾക്ക് പോകാൻ അറിയാലോ. അയാളുടെ സഹപ്രവർത്തകനല്ലേ ആര്യാടൻ മുഹമ്മദൊക്കെ. കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എത്രയും തലയെടുപ്പുള്ള നേതാവായിരുന്നില്ലേ? മലബാറിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പം നമുക്കിതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരും ലീഗുകാരും UDFൻ്റെ പ്രവർത്തകരും പിന്നെ മനസ്സിനത്ര നോവുണ്ടാക്കുക. ഇയാൾ കോൺഗ്രസ്സിൽ ഇന്നലെ കയറി വന്നതാ. കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരനായിട്ട് മരിച്ച് ജീവിച്ച മതേതരവാദിയായിരുന്ന പിന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ, ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ബുദ്ധികേന്ദ്രമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ ഇയാൾക്ക് അവിടെ ഇയാളെ പിന്നെ കല്യാണത്തിന് വിളിക്കണവർ വിളിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ത് രാഷ്ട്രീയക്കാരനാണ്?